കനത്ത മഴയിൽ പാലക്കാട് വ്യാപക നാശനഷ്ടം. തച്ചമ്പാറ കുന്നംതിരുത്തിയിൽ വീടിന് മുകളിൽ മരം വീണ് വയോധികയ്ക്കും കൊച്ചുമകൾക്കും പരിക്കേറ്റു. നെന്മാറ വിധനശ്ശേരി ലക്ഷം വീട് ഉന്നതിയിൽ വയോധികരുടെ വീട് തകർന്നു. എലപ്പുള്ളി പച്ചരിക്കുളമ്പിൽ രാമചന്ദ്രന്റെ വീടിന്റെ ചുമരിടിഞ്ഞു വീണു. ആളിയാർ ഡാം തുറന്നതോടെ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പറളി ഓടന്നൂർ പാലം വെള്ളത്തിനടിയിലായി. പാലക്കാട് നിന്ന് ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? ഈ വീടിന് മുകളിലേക്ക് മരം വീണു തന്നെ എവിടെയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ജാഗ്രത എവിടെയുള്ള പ്രദേശങ്ങളിലൊക്കെ പുലർത്തണം? രോഷനി, അതായത് പാലക്കാടിന്റെ മലയോര മേഖലയിലാണ് ഇപ്പോൾ മഴ ശക്തി ആർജിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും മണ്ണാർക്കാട്, അതുപോലെ തന്നെ മംഗലം ഡാം, അട്ടപ്പാടി മേഖലയിലാണ് മഴ ശക്തമായി ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. പല മേഖലകളിലും ഈ ശക്തമായ മഴയിൽ വ്യാപകമായിട്ട് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കല്ലടിക്കോടിന് സമീപം തച്ചമ്പാറ കുന്നംതിരുത്തിയിൽ വീടിന് മുകളിൽ മരം വീണ് വയോധികയ്ക്കും കൊച്ചുമകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നെന്മാറ വിത്തനശ്ശേരി ലക്ഷം വീട് ഉന്നതിയിൽ രാമസ്വാമി മുരുകമ്മ എന്നിവരുടെ ഒറ്റമുറി വീടിന് മുന്നിലും മുകളിലേക്ക് മരം വീണ് വീട് തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, മംഗലം ചിറ്റടിയിൽ റോഡിന് കുറുകെ മരങ്ങൾ വീണ് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ അവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഒറ്റപ്പാലത്തും മണ്ണാർക്കാടും വിവിധ ഇടങ്ങളിലാണ് ഇത്തരത്തിൽ വ്യാപകമായി മരം വീണ് ഈ വൈദ്യുതി ലൈനുകൾ തകരുകയും അതുപോലെ തന്നെ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് പറളി ഓടന്നൂർ പുഴപ്പാലത്തിന് സമീപത്താണ്. ആളിയാർ ഡാം തുറന്നതോടുകൂടിയാണ് ഈ പുഴപ്പാലം ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ആളിയാർ ഡാമിന് കൂടുതൽ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. 11 ഷട്ടറുകളാണ് 12 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ഇത്തരത്തിലുള്ള കോസ്വേകളെല്ലാം നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പല വാഹനങ്ങളും ഇപ്പോഴും ഈ കോസ്വേയിലൂടെ പോലീസും അതുപോലെ തന്നെ ഭരണകൂടങ്ങളും നൽകുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും മറികടന്നുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു ബസ്സാണെങ്കിൽ പല ഇരുചക്ര വാഹന യാത്രികരും ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അത് വലിയ അപകടങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് വീഡിയോ ജേർണലിസ്റ്റ് ഇപ്പോൾ പോലീസിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചു നൽകുകയും ചെയ്യും. പോലീസിനെ നമുക്ക് കാണാം. പോലീസ് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ ഈ മേഖലയിൽ നൽകുകയും ചെയ്തതാണ്. ഇരുചക്ര വാഹന യാത്രികർ ആരും തന്നെ ഈ പാലത്തിലൂടെ കടന്നു പോകരുത് എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും നൽകിയതാണ്. ഏതായാലും ഈ മേഖലയിൽ വലിയ രീതിയിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകുന്നു. കാരണം പല ആളുകളും ഈ ജാഗ്രതാ മുന്നറിയിപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് ഈ പുഴപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വലിയ അപകടം ഉണ്ടാക്കും എന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പോലീസ് ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ പല ആളുകളും ഇതിലൂടെ സഞ്ചരിച്ചിരുന്നു. ഇപ്പോൾ മങ്കര പോലീസ് ഇവിടേക്ക് എത്തി. ഈ പാലത്തിലൂടെ ഉള്ള ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നു. ഇവിടേക്ക് എത്തിയിട്ടുള്ള ആളുകൾ, അതായത് ഇരുചക്ര വാഹന യാത്രികരോട് ഉൾപ്പെടെ ഈ മേഖലയിൽ നിന്ന് മടങ്ങി പോകാനുള്ള ഒരു നിർദ്ദേശം പോലീസ് നൽകുകയാണ്. കാരണം ഈ പാലത്തിൽ ചെറിയൊരു കുഴിയുണ്ട്. ആ കുഴിയിൽ പെട്ടാൽ വാഹനങ്ങൾ മറിയാനുള്ള സാധ്യതയെല്ലാം പോലീസും അതുപോലെ തന്നെ മറ്റ് അധികാരികളും മുന്നിൽ കാണുന്നുണ്ട്. മാത്രമല്ല, ജലനിരപ്പ് ഇനിയും കൂടുതൽ ഉയരും. കാരണം ഉച്ചയോടുകൂടിയാണ് ആളിയാർ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തിയത്. 11 ഷട്ടറുകളാണ് 12 സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ചിറ്റൂർ പുഴയിൽ ഉടൻ തന്നെ ജലനിരപ്പ് കൂടുതലായി ഉയരും. അങ്ങനെയാണെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ ഈ പറളിയിലെ ഓടന്നൂർ പാലത്തിലൂടെയുള്ള ഈ ജലത്തിന്റെ ഒഴുക്കടക്കം വർദ്ധിക്കും. അത് ആ സമയത്ത് വാഹനങ്ങൾ കടന്നുപോയാൽ അത് വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാക്കും. ഏതായാലും ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് തീർക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പറളിയിൽ നിന്നും ഓടന്നൂർ അതുപോലെ തന്നെ കോട്ടായി മേഖലയിലേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന ഒരു പാതയാണ് ഈ ഓടന്നൂരിലെ ഈ പുഴപ്പാലത്തിലൂടെയുള്ള പാത എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഏതായാലും ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി ഇപ്പോൾ ബാരിക്കേഡ് തീർക്കുകയാണ്. ഇതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഏതായാലും ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാറേ, അതായത് പെട്ടെന്ന് അടയ്ക്കാൻ കാരണം അല്ല, വെള്ളം ഡാം തുറന്നിട്ട് വെള്ളം ഹൈ ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ജനങ്ങൾക്ക് അപകടം ഉണ്ടാവാണ്ട് തടുക്കുകയാണ്. രാവിലെ കുറച്ച് കുറഞ്ഞപ്പോഴാണ് ഇതിൽ കൂടെ വണ്ടികൾ വിട്ടിരുന്നത്. അതെ. ഇന്നും ഈ സമയം മുതൽ ഇനി വണ്ടികൾ വിടുന്നില്ല എന്ന് പറഞ്ഞു. വെള്ളം കൂടുന്നുണ്ടല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി വെള്ളം വിട്ട് കഴിഞ്ഞാൽ വണ്ടി അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അതിനു വേണ്ടിയിട്ടാണ്. പാലത്തിന് മുകളിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബോർഡ് ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നു. മങ്കരയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പറളി ഓടന്നൂർ പാലത്തിലേക്ക് എത്തി ഇത്തരത്തിൽ ഒരു ബോർഡ് സ്ഥാപിക്കുന്ന പ്രവൃത്തികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പറളി ഓടന്നൂർ ഭാഗത്തിലൂടെ അല്ലെങ്കിൽ പാലത്തിലൂടെ ഇനി സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം ആളിയാർ ഡാം തുറന്നതോടുകൂടി ഈ മേഖലയിൽ ഇപ്പോൾ ജലനിരപ്പ് കൂടുതലായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ജലനിരപ്പ് കൂടുതൽ ഉയരാനുള്ള ഒരു സാധ്യതയും ഉണ്ട്.
ചിറ്റൂർ പുഴയുടെ കരകളിൽ താമസിക്കുന്ന ആളുകൾ കനത്ത ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. പ്രത്യേകിച്ച് ഈ മേഖലയിലേക്കെല്ലാം ഉള്ള വീടുകളും അതുപോലെ തന്നെ ഇവിടെയെല്ലാം ഉള്ള ആളുകൾ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കണം. വലിയ രീതിയിൽ തന്നെ ജാഗ്രത വേണം. ആ ദൃശ്യങ്ങളിൽ നിന്ന് ആ പാലമെല്ലാം ഇപ്പോൾ തന്നെ വാഹനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. അപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തുന്ന ആളുകളെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നുണ്ട്. ആ പാലത്തിലടക്കം കുഴികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സൂക്ഷിച്ചു പോവുക. ഈ ഒരു സമയം എന്ന് പറയുന്ന വിനോദസഞ്ചാരത്തിനൊന്നും മുതിരരുത്. കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യം.